വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനുമ മിസ് ആണ് കേട്ടോ. അപ്പോൾ ഓണപരീക്ഷയൊക്കെ അടുത്തെത്തിക്കഴിഞ്ഞു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ജന്തുലോകത്തിലേക്ക് എന്നുള്ള ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാട്ടോ മിസ് ഇന്ന് വന്നിരിക്കുന്നത്. യെസ്, എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ ഒരു ചിത്രത്തിൽ അല്ലേ, ഡൈവേഴ്സിറ്റി ഇൻ ഫുഡ്, ആഹാരവും പലവിധം എന്നുള്ള ഒരു കാര്യം നിങ്ങൾ കാണുന്നുണ്ടാവും. എന്താ ഇതിൽ പറയുന്നത് നോക്കിക്കേ. നിങ്ങൾ രണ്ട് തരത്തിലുള്ള ജീവികളെയാണ് കാണുന്നത്. ഇതിൽ ആദ്യത്തെ ജീവി എന്ന് പറയുന്നത് പ്രേയിങ് മാന്റിസ് ആണ് അല്ലെ, തൊഴുകയ്യൻ പ്രാണിയാണ്. രണ്ടാമതായിട്ട് പൂമ്പാറ്റയാണ്. ഈ തൊഴുകയ്യൻ പ്രാണിയുടെ പ്രത്യേകത എന്താ? ആള് കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് ഉറുമ്പുകളും മറ്റ് ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രാണികളെയൊക്കെ ആണെങ്കിൽ നമ്മുടെ പൂമ്പാറ്റ അല്ലെ, പൂകൾ തോറും ഇങ്ങനെ പറന്ന് പോകുന്ന പൂമ്പാറ്റ കഴിക്കുന്നത് എന്താണ്? പൂവിലെ പൂമ്പൊടിയൊക്കെയാണ് അല്ലെ, നെക്ടറും ഹണിയും ഒക്കെയാണ് ഈ പറയുന്ന നമ്മുടെ പൂമ്പാറ്റയ്ക്ക് ഇഷ്ടമുള്ളത്. ഇനിയിപ്പോൾ നമ്മുടെ കേസ് എടുക്കാം. നമ്മൾ മനുഷ്യന്മാരാണെങ്കിൽ അല്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം എന്താന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും ബിരിയാണി ഇഷ്ടമാണ്, ചില ആൾക്കാർ കുഴിമന്തി ഇഷ്ടമാണെന്ന് പറയും. അങ്ങനെ പല വെറൈറ്റി ഓഫ് ഫുഡ് നമുക്ക് ഇഷ്ടമാണ്. ഇതിൽ തന്നെ വെജിറ്റേറിയൻസ് മാത്രം അല്ലെ, വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുന്ന കുറച്ച് കൂട്ടുകാരും ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ. അപ്പം നമ്മൾ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രത്യേകത എന്താ? നമ്മൾ ചോറും കറിയും ഒക്കെ കഴിക്കും, ഒപ്പം നമ്മൾ മീനും മുട്ടയും പാലും ഒക്കെ കഴിക്കുന്ന ആളുകളാണ് അല്ലേ. അപ്പം ഭക്ഷണ രീതിക്കനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ജീവികളെ പലതരത്തിൽ തരംതിരിക്കാൻ വേണ്ടി സാധിക്കും. അതിനെക്കുറിച്ചാണ് കേട്ടോ ഇന്ന് ടീച്ചർ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. നോക്കിക്കേ നിങ്ങൾ, ദ ക്രീച്ചേഴ്സ് വിച്ച് ഈറ്റ് ഓൺലി പ്ലാന്റ് പാർട്സ് ആർ കോൾഡ് ഹെർബിവോറസ്. അതായത് നമ്മുടെ ആനിമൽസിൻ്റെ അകത്ത് പുല്ലും അതേപോലെ തന്നെ പച്ചക്കറികൾ ഇങ്ങനത്തെ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഹെർബിവോറസ് എന്ന് പറയുക. സോ എലിഫന്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഹെർബിവോറസ്. ഡിയർ അല്ലെ, ഡിയർ എന്താണ്? മാൻ എന്താണ്? ഒരു ഹെർബിവോറസ് ആണ്. പശു ഹെർബിവോറസ് ആണ് അല്ലേ, പുല്ല് മാത്രമല്ലേ കഴിക്കുള്ളൂ. അപ്പൊ അങ്ങനത്തെ ആളുകളെ, പ്ലാന്റും പ്ലാന്റ് പാർട്സും ഈറ്റ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ഹെർബിവോറസ് എന്ന് പറയുന്നത്. എങ്കിൽ ആരാണ് കാർണിവോറസ്? നിങ്ങൾക്കറിയാം, കൂട്ടത്തിൽ കുറേ ആളുകളുണ്ട് അല്ലേ. അവർക്ക് ആകെ എന്താണ് ഇഷ്ടം? മാംസം മാത്രമേ ഇഷ്ടം ഉണ്ടാവുള്ളൂ. സിംഹം, കടുവ, പുലി, ചീറ്റ, ഇവരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അല്ലേ, ഇവർക്കൊക്കെ എന്തായിരിക്കും ഇഷ്ടം? മാംസമായിരിക്കും ഇഷ്ടം. ഇവരെന്ത് ചെയ്യും? കാട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു ജീവികളെ പിടിച്ച് തിന്നുന്നതായിരിക്കും. അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ കാർണിവോറസ് എന്ന് പറയുക. എന്താ പറയുക? കാർണിവോറസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതാ മൂന്നാമതായിട്ട് മറ്റൊരു പേര് കാണാൻ സാധിക്കുന്നു. ദാറ്റ് ഈസ് ഓംനിവോറസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓംനിവോറസ്. ഓംനിവോറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ പ്ലാന്റും പ്ലാന്റ് പാർട്സും കഴിക്കുകയും ചെയ്യും, ഒപ്പം ഈ പറഞ്ഞ രീതിയിൽ മാംസവും കഴിക്കും. അത് ചിലപ്പോൾ കുഞ്ഞു പ്രാണികളാവാം, കുഞ്ഞു ജീവികളാവാം, എന്തുമാവാം. നമ്മൾ മനുഷ്യന്മാരെ അല്ലേ വളരെ പ്രധാനപ്പെട്ട ഒരു ഓംനിവോറസ് ആണ്. ഈ ഓംനിവോറസിന് എന്താ മലയാളത്തിൽ പറയാ? മിശ്ര ബുക്കുകൾ അല്ലേ, അല്ലെങ്കിൽ മിശ്രാഹാരികൾ എന്ന് പറയും. ഓക്കെ, അപ്പൊ നോക്കിക്കേ, സസ്യഭാഗങ്ങളും മാംസവും ആഹാരമാക്കുന്നവരാണ് മിശ്രാഹാരികൾ അല്ലെങ്കിൽ മിശ്ര ബുക്കുകൾ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേബിള് നിങ്ങൾക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഹെർബിവോറസ് ആയിട്ട് നമുക്ക് കൗവിനെ പറഞ്ഞിട്ടുണ്ട്, കാർണിവോറസ് ആയിട്ട് നമ്മൾ ലയണിനെ പറഞ്ഞിട്ടുണ്ട്, ഓംനിവോറസ് ആയിട്ട് നമ്മൾ ക്രോയെയും പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ പല തരത്തിലുള്ള ആളുകളെ നിങ്ങൾക്ക് അറിയില്ലേ, അവരെയും നിങ്ങൾ തരംതിരിക്കേണ്ടതുണ്ട്. മിസ് ഒരു ഉദാഹരണം ഓരോന്നിൻ്റെയും എഴുതാം, പക്ഷേ ബാക്കി നിങ്ങളാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് കേട്ടോ. കൗ കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് ആരെ എഴുതാം? ഗോട്ട് കൊടുക്കാം അല്ലെ, ഗോട്ട് കൊടുക്കാം. ആടിനെ കൊടുക്കാം അല്ലെ, ആട് കൊടുക്കാം. ലയണിന് നേരെ അല്ലെ ടൈഗർ കൊടുക്കാം മിസ്. ടൈഗർ എന്ന് പറഞ്ഞാൽ കടുവയാണ്. ഇനി അതേപോലെ തന്നെ ക്രോ. ക്രോ നോക്കിക്കേ, ഓംനിവോറസ് ആണ് അല്ലേ. ഇവിടെ മിസ് ഹ്യൂമൻസിനെ കൊടുക്കുകയാണ്, മനുഷ്യന്മാരെ കൊടുക്കുകയാണ് കേട്ടോ, മനുഷ്യർ. ഇനി ഈ ടേബിള് ബാക്കി കംപ്ലീറ്റ് ചെയ്യേണ്ടത് ആരാണ്? നിങ്ങൾ ഓരോരുത്തരാണ് അല്ലേ. അപ്പൊ എന്തായാലും ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് മിസ് വിചാരിക്കുന്നു. അടുത്ത ദിവസം വീണ്ടും കാണാം കേട്ടോ. ബൈ ബൈ.